നമ്മുടെ സെക്കൻഡ് ഇയർ ക്ലാസ്സുകളും ഓൺലൈനിൽ തന്നെ തുടരുകയാണല്ലോ. മാത്രമല്ല ഫസ്റ്റ് ഇയറിൻ്റെ ഫുൾ പോർഷൻ ഓൺലൈനിൽ പഠിച്ചു നിങ്ങൾ പരീക്ഷ എഴുതുകയുമാണ്. ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യാൻ ഇന്നത്തെ തലമുറ പ്രാപ്തരാണ് എന്ന് നിങ്ങൾ ഒന്നുകൂടി തെളിയിക്കുന്നു. പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കിന്ന് പഠിക്കാനുള്ളത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റായ കോർഡിനേറ്റ് ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ഡെവലപ്പ് ഗുഡ് റിലേഷൻ. നല്ല റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകത ഒരു സ്ഥാപനത്തിൽ എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. അതിനകത്ത് കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്, അവ നോക്കാം. ഒന്ന്, ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. ഇൻറ്റേർണൽ കസ്റ്റമേഴ്സുമായിട്ടും എക്സ്റ്റേണൽ കസ്റ്റമേഴ്സുമായിട്ടും നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം. കീ എലമെൻറ്റ്സ് ഓഫ് മാനേജിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ്. നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടുന്ന കീ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന്. ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോയിങ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ അക്സെപ്റ്റബിൾ ഇൻ പ്രൊഫഷണൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഗുഡ് പ്രാക്ടീസസ് ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ എത്രത്തോളം സ്വീകാര്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഇഫക്റ്റീവ് ആൻഡ് ടൈംലി ഫോളോ ഫോർ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ ഗോൾസും ടാർഗറ്റ്സും അച്ചീവ് ചെയ്യുന്നതിൽ ടൈംലി ഫോളോ അപ്പിൻ്റെ പ്രാധാന്യം. ഗുഡ് ഇമെയിൽ എറ്റിക്കറ്റ്. ഇമെയിൽ അയക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. ഇമ്പോർട്ടൻസ് ഓഫ് ചെക്കിംഗ് ഡോക്യുമെൻറ്റ്സ് തറൗലി. ഡോക്യുമെൻ്റ് ചെക്കിങ്ങിൻ്റെ ആവശ്യകത. ക്യാരക്ടറിസ്റ്റിക്സ്, ബെനഫിറ്റ്സ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ പോസിറ്റീവ് ബിഹേവിയറിൻ്റെയും നെഗറ്റീവ് ബിഹേവിയറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതുകൊണ്ടുള്ള ബെനഫിറ്റ്സ് ഏതൊക്കെയാണ്, കോൺസിക്വൻസസ് ഏതൊക്കെയാണ്. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Internal and external customers. Internal customers are stakeholders who work within our company, that is employees. External customers are those people that buy our company's product or services and is not directly connected to the organization. Internal customers എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന് അകത്ത് വർക്ക് ചെയ്യുന്നവർ, അത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് നമ്മുടെ സ്ഥാപനം നന്നായി പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്ന തൽപര കക്ഷികളെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് എംപ്ലോയീസ് ആയിരിക്കും. എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ ഓർഗനൈസേഷൻ. അവർ നമ്മുടെ സ്ഥാപനവുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല, ബട്ട് ദേ ആർ ദ പീപ്പിൾ ദോസ് ഹൂ ബൈ പ്രോഡക്ട്സ് ഓഫ് അവർ കമ്പനി. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഡക്ട്സോ സർവീസസോ വാങ്ങുന്നവരെയാണ് നമ്മൾ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് അഥവാ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രോങ് കസ്റ്റമർ പാർട്ണർഷിപ്സ് ആർ എ കീ കമ്പോണൻറ്റ് ടു ബിൽഡിംഗ് എ സക്സസ്ഫുൾ കമ്പനി. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമർ റിലേഷൻസ് ആർ ബോത്ത് ഇമ്പോർട്ടൻറ്റ് ടു എ സക്സസ്ഫുൾ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സും എക്സ്റ്റേണൽ കസ്റ്റമേഴ്സും ആയിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ്. ഇൻറ്റേർണൽ കസ്റ്റമേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇംപ്രൂവ് എംപ്ലോയി മൊറൈൽ. രണ്ട്, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. തേർഡ് വൺ, ഹയർ എംപ്ലോയി റീറ്റൻഷൻ. ഇംപ്രൂവ്ഡ് ടീം വർക്ക്. ഇംപ്രൂവ് എക്സ്റ്റേണൽ കസ്റ്റമർ സർവീസ്. ജീവനക്കാരുടെ ആത്മധൈര്യം, ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. എംപ്ലോയി റീറ്റൻഷൻ ഹയർ ആയിരിക്കും. നമ്മുടെ സ്ഥാപനത്തിൽ തുടർന്ന് പ്രവർത്തിക്കാനുള്ള ജീവനക്കാരുടെ താല്പര്യം, അതാണ് എംപ്ലോയി റീറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംപ്രൂവ്ഡ് ടീം വർക്ക്. നല്ലൊരു ഇൻറ്റേർണൽ റിലേഷൻഷിപ്പ് നമ്മുടെ സ്ഥാപനത്തിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടീം വർക്ക് ഇംപ്രൂവ് ചെയ്യും. ഇംപ്രൂവ് എക്സ്റ്റേണൽ കസ്റ്റമർ സർവീസ്. സ്ഥാപനത്തിൻ്റെ അകത്തെ അന്തരീക്ഷം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കസ്റ്റമറുടെ സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഇതൊക്കെയാണ് നല്ലൊരു റിലേഷൻഷിപ്പ് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്.
ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിനോളം തന്നെ പ്രാധാന്യമുള്ളവരാണ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. അവരോട് നമ്മളൊരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ, ബിൽഡ്സ് റിലേഷൻഷിപ്പ് വിത്ത് കൺസ്യൂമേഴ്സ്, ഇൻക്രീസസ് റവന്യൂ, ഡിക്രീസസ് റിസർച്ച്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് കോസ്റ്റ്, ഇംപ്രൂവ് കസ്റ്റമർ സർവീസ്. നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സുമായിട്ട് ബിൽഡ് ചെയ്യാൻ കഴിയും. അതിലൂടെ നമ്മുടെ റവന്യൂ വർദ്ധിപ്പിക്കാൻ കഴിയും. കൺസ്യൂമേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ സെയിൽസ് വർദ്ധിക്കും. സെയിൽസ് വർദ്ധിക്കുന്നതിലൂടെ റവന്യൂ വർദ്ധിക്കും. റവന്യൂ വർദ്ധിക്കുന്നതിലൂടെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും വർദ്ധിക്കും. ഡിക്രീസസ് റിസർച്ച്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് കോസ്റ്റ്. നമുക്ക് കൺസ്യൂമേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ടേസ്റ്റ് എന്താണ്, അവരുടെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കാനും അപ്പോൾ നമുക്ക് റിസർച്ച് പോലുള്ള പ്രവർത്തനങ്ങൾ ഡിക്രീസ് ചെയ്യാനും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഈസിയാകുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാനും കഴിയും. കസ്റ്റമേഴ്സാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്. ആ ഒരു നിലയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് കോസ്റ്റ്, അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് കോസ്റ്റ് നമുക്ക് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൺ, ഇംപ്രൂവ്സ് കസ്റ്റമർ സർവീസ്. എക്സ്റ്റേണൽ കസ്റ്റമേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പം നമുക്ക് അവരെ നല്ല രീതിയിൽ സെർവ് ചെയ്യാനും അതിലൂടെ കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാനും കഴിയും. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കീ എലമെൻറ്റ്സ് ഓഫ് മാനേജിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്നാണ്. നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട കീ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അത് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സുമായിട്ടും എക്സ്റ്റേണൽ കസ്റ്റമേഴ്സുമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടിപ്സ് ടു ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ്. ഇൻറ്റേർണൽ കസ്റ്റമേഴ്സുമായിട്ട് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ടിപ്സ് ഏതൊക്കെയാണ്? ഡെവലപ്പ് ട്രസ്റ്റ് വിത്ത് യുവർ കൊളീഗ്സ്. കൊളീഗ്സുമായിട്ട് നമ്മളൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊളീഗ്സ് വിശ്വസിക്കുന്ന തരത്തിലേക്കൊരു ബന്ധം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഷോ അപ്രീസിയേഷൻ ആൻഡ് റെസ്പെക്റ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനും നമുക്ക് കഴിയണം. ബി പോസിറ്റീവ്. കാര്യങ്ങളെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് ചിന്തിക്കാനും കഴിയണം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബൗണ്ടറീസ് അറ്റ് വർക്ക്. ഓരോ ജീവനക്കാരനും അവരവരുടെ ബൗണ്ടറീസ്, വർക്കിൻ്റെ ബൗണ്ടറീസ് ഫിക്സ് ചെയ്തിരിക്കും. മറ്റൊരാളിൻ്റെ വർക്ക് കയറി ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ വർക്ക് ഏതാണെന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയുക. ഗുഡ് ലിസണിങ് സ്കിൽ. നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഗുഡ് ലിസണിങ് സ്കിൽ. നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറാവുക. നമ്മളോട് സംസാരിക്കുന്നവർ പറയുന്നത് കേൾക്കാനുള്ള കപ്പാസിറ്റി, ആ ഒരു സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഫ്രീ ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരുമായിട്ട് നല്ലൊരു ഓപ്പൺ അപ്പ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുക. ഇതാണ് നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, ഇൻറ്റേർണൽ കസ്റ്റമേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എക്സ്റ്റേണൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. പ്രൊവൈഡ് കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ആസ്ക് ഫോർ കസ്റ്റമേഴ്സ് ഒപ്പീനിയൻ. കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ മനസ്സിലാക്കുക, ചോദിക്കുക. നോ ദ സ്റ്റേജസ് ഓഫ് കസ്റ്റമർ ലോയൽറ്റി. നമ്മളെ കൂടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ എത്തിയിരിക്കുന്ന കസ്റ്റമേഴ്സ് എന്തുമാത്രം ലോയലാണ് നമ്മളോട്. ചിലപ്പോൾ 100% ലോയൽറ്റി ഉള്ളൊരു കസ്റ്റമറാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതനുസരിച്ച് നമ്മൾ കസ്റ്റമർ ലോയൽറ്റി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി പെരുമാറുക. സെൻഡ് ഗ്രീറ്റിംഗ് കാർഡ്സ്. അവരെ ഗ്രീറ്റ് ചെയ്യേണ്ട അവസരങ്ങളിൽ, ഫെസ്റ്റിവൽ സീസണുകളിൽ അവർക്ക് ഗ്രീറ്റിംഗ്സ് കാർഡ് അയച്ച് നമ്മളുമായിട്ടുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുക. കീപ്പ് ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമേഴ്സ് ഓപ്പൺ. കസ്റ്റമേഴ്സുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം നമ്മളുണ്ടാക്കി എടുക്കുക. ഇത്രയുമാണ് നമ്മൾ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിനോടും എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനോടും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ അക്സെപ്റ്റബിൾ ഇൻ പ്രൊഫഷണൽ എൻവയോൺമെൻറ്റ്. പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു, അതുപോലെ തന്നെ ഗുഡ് പ്രാക്ടീസസ് ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്താണെന്ന് നോക്കാം. പ്രോട്ടോക്കോൾസ് ആർ internal rules that an organization's members are required to follow and use. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റൂൾസ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻസ് മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു ഫോളോ. സ്ഥാപനത്തിനകത്തുള്ള ജീവനക്കാർ ഫോളോ ചെയ്യേണ്ടതും യൂസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഇൻറ്റേർണൽ റൂൾസിനെയാണ് പ്രോട്ടോക്കോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഇസ് എ ഫോർമൽ പ്രോസസ് that outlines the type of information to be communicated to an organization. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു ഫോർമൽ പ്രോസസ്സാണ്. അതിലൂടെ ഔട്ട്ലൈൻസ് ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ ഏത് ടൈപ്പ് ഇൻഫർമേഷനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുന്നു. ആസ് വെൽ ആസ് ഐഡൻറ്റിഫൈങ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് പർട്ടിക്കുലർ ടോപ്പിക്. ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ് എന്നും കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ നമുക്ക് മനസ്സിലാക്കി തരും. ദ പ്രോട്ടോക്കോൾ ഓൾസോ ഔട്ട്ലൈൻസ് ദ ഓഡിയൻസ്, ഫ്രീക്വൻസി ആൻഡ് സജസ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ വെഹിക്കിൾ. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിരിക്കും. നമ്മുടെ ഓഡിയൻസ് ആരാണ്, അവരുടെ ഫ്രീക്വൻസി എന്തുമാത്രമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിക്കേഷൻ വെഹിക്കിൾ, മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് തരും. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ പാലിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഡിഫൈൻസ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്റ്റേഷൻസ് ഫോർ ബോത്ത് സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. സുപ്പീരിയേഴ്സിനെയും സബോർഡിനേറ്റ്സിനെയും സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്റ്റേഷൻസ്, നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ തരുന്നത് ആരായിരിക്കും എന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഡിഫൈൻ ചെയ്ത് തരുന്നുണ്ട്. ഇറ്റ് ബിൽഡ്സ് കൺസിസ്റ്റൻസി ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫേംസ് മിഷൻ, വിഷൻ, വാല്യൂസ് ആൻഡ് സ്ട്രാറ്റജി. സ്ഥാപനത്തിൻ്റെ മിഷനും വിഷനും വാല്യൂസ്, സ്ട്രാറ്റജീസ് ഇവയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൊരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളിന് കഴിയുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ് സക്സസ്ഫുൾ ആൻഡ് സിഗ്നിഫിക്കൻ്റ് എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ആൻഡ് ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പാർട്ട്നേഴ്സ് ആൻഡ് പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമുക്ക് സക്സസ്ഫുള്ളായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടും ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യം പ്രൊമോട്ട് ചെയ്യാൻ ആര് എന്ത് രീതിയിലുള്ള ഇൻഫർമേഷനാണ് നൽകേണ്ടത് എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ വ്യക്തമാക്കുന്നത് കൊണ്ട് നമുക്കത് സിഗ്നിഫിക്കൻ്റ് എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ സാധ്യമാക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സുമായിട്ടും പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ സഹായിക്കും. ഇറ്റ് എൻഷുവേഴ്സ് ഷെയർഡ് അക്കൗണ്ടബിലിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പ് മുതൽ ബോട്ടം ലെവൽ മാനേജ്മെൻറ്റ് വരെ ഉള്ളവർക്ക് അക്കൗണ്ടബിലിറ്റി, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ നമ്മളെ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ്. നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം മറ്റ് സ്ഥാപനങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ സഹായിക്കും. ഇറ്റ് ബിൽഡ്സ് ഇൻ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു. എല്ലാ തലത്തിലുമുള്ളവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഷെയർ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ഒപ്പീനിയൻ കളക്ട് ചെയ്യാൻ കഴിയുന്നു. നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ളവർ മാത്രമായിട്ടല്ല, എക്സ്റ്റേണൽ കസ്റ്റമേഴ്സുമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ സജഷൻസോ ഒപ്പീനിയൻസോ ഒക്കെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ സർക്കുലർ കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന്. ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്ഫുൾ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിന് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ അത്യാവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Be relatable. Emphasize your key points through repetition. Keep a good sense of humor. Actively listen. Respond in a timely manner. Remember that you are always on. നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിലേറ്റബിൾ ആയിരിക്കണം, തമ്മിൽ ബന്ധമുള്ള കാര്യങ്ങളായിരിക്കണം സംസാരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സംസാരിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. എംഫസൈസ് യുവർ കീ പോയിൻറ്റ്സ് ത്രൂ റെപ്പറ്റീഷൻ. റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ കീ പോയിൻ്റ് എന്താണ് എന്ന് നമ്മൾ എംഫസൈസ് ചെയ്ത് പറയണം. കീപ്പ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. സംസാരിക്കുമ്പോൾ നല്ല നർമ്മബോധത്തോടു കൂടി സംസാരിക്കാൻ ശ്രമിക്കുക. ആക്റ്റീവ്ലി ലിസൺ.
ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ, പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആക്റ്റീവായിട്ട് ശ്രദ്ധയോടെ തന്നെ കേൾക്കണം. അവിടെ ഒരു കെയർലെസ്നെസ് കാണിക്കാൻ പാടില്ല. റെസ്പോണ്ട് ഇൻ എ ടൈംലി മാനർ. നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട അവസരങ്ങളിലെല്ലാം മറുപടി പറയുക, റെസ്പോണ്ട് ചെയ്യുക. റിമെമ്പർ ദാറ്റ് യു ആർ ആൾവേസ് ഓൺ. നമ്മൾ എപ്പോഴും ഓൺ പൊസിഷനിലാണ്, വി ആർ നോട്ട് ഇൻ എൻ ഓഫ് പൊസിഷൻ എന്ന് തോന്നുന്ന തരത്തിലായിരിക്കണം നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പം പ്രതികരിക്കേണ്ടത്. ഇത്രയുമാണ് ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ഇഫക്റ്റീവ് ആൻഡ് ടൈംലി ഫോളോ അപ്പ് ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് ആൻഡ് ടാർജറ്റ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ ഗോൾസും ടാർജറ്റ്സും അച്ചീവ് ചെയ്യുന്നതിൽ ടൈംലി ഫോളോ അപ്പിൻ്റെ പ്രാധാന്യം എന്താണ്? ഫോളോ അപ്പ് ഈസ് ദ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. എന്താണ് ഫോളോ അപ്പ്? കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും അവയെ വിലയിരുത്തുകയും ചെയ്യുന്നതിനെയാണ് ഫോളോ അപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഫോളോ അപ്പ് എന്തുമാത്രം സഹായിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം. ഫോളോ അപ്പ് ഹെൽപ്പ് ദ മാനേജർ ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു നോ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദെയർ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ്. സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഫോളോ അപ്പ് മാനേജേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ധാരാളം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജീവനക്കാരെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥാപനത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഫോളോ അപ്പ് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഗീവ് ഫീഡ്ബാക്ക് ആൻഡ് പ്രൊവൈഡിങ് ക്ലാരിറ്റി ഓൺ ദ ഗോൾ. ഫോളോ അപ്പ് ചെയ്യുന്നതിലൂടെ ജീവനക്കാർക്ക് ഫീഡ്ബാക്ക് നൽകുന്നതിനും ഗോളിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി നൽകുന്നതിനും കഴിയുന്നു. ഇറ്റ് ബിൽഡ്സ് ഗ്രേറ്റർ ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ടേംസ് ഓഫ് യൂസ് ഓഫ് റിസോഴ്സസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ റിസോഴ്സസ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ട്രാൻസ്പാരൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാക്കിയെടുക്കാൻ ഫോളോ അപ്പ് സഹായിക്കുന്നുണ്ട്. ട്രാൻസ്പാരൻസി മീൻസ് സുതാര്യത. എന്ത് കാര്യം ചെയ്യുന്നതിലും നമുക്കതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരിക്കും. Internal follow-up alerts managers about actual and potential problems, weakness and shortcomings before it is too late. ഇൻറ്റേർണൽ ഫോളോ അപ്പ്, നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ള പ്രവർത്തനങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നതിലൂടെ മാനേജേഴ്സ് അലേർട്ടാകുന്നു. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മുടെ സ്ഥാപനത്തിനുള്ള യഥാർത്ഥ അല്ലെങ്കിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. ഇതൊക്കെ വളരെ താമസിയാതെ തന്നെ മനസ്സിലാക്കാനും അതിനെതിരെ നമുക്ക് റെമഡിയൽ മെഷേഴ്സ് എടുക്കാനും കഴിയുന്നു. ഇറ്റ് ഹെൽപ്സ് ടു റിമൂവ് ഒബ്സ്റ്റക്കിൾസ്. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും നമുക്കത് നീക്കാൻ ഫോളോ അപ്പിലൂടെ സാധ്യമാകുന്നു. ഫോളോ അപ്പ് ഹെൽപ്സ് ടു റീഇൻഫോഴ്സ് ദ ഗുഡ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ നല്ല പെർഫോമൻസിനെ പ്രചോദനം നൽകാൻ ഫോളോ അപ്പ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ഹു ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. നമ്മുടെ സ്ഥാപനത്തിനകത്ത് 2 ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തവരും. അങ്ങനെ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഫോളോ അപ്പ് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ടു റിമൂവ് നെഗറ്റീവ് കോൺസിക്വൻസസ് ഫോർ ഗുഡ് പെർഫോമൻസ്. നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ള നെഗറ്റീവ് ബിഹേവിയർ കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് റിമൂവ് ചെയ്യാനും അതിലൂടെ ഗുഡ് പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കാനും ഫോളോ അപ്പ് സഹായിക്കും. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗുഡ് ഇമെയിൽ എറ്റിക്കേറ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ഇമെയിൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവ തന്നെയാണ് ഇത്. അവിടെ നമ്മൾ വേറെ ഒരു 6-7 പോയിൻ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. ഡോണ്ട് റൈറ്റ് ഇൻ ആൾ ക്യാപിറ്റൽസ്, BCC recipients or use a mail merge, don't request delivery and read receipt, take care with appreciations and emotions, don't use email to discuss confidential information, it should be complete in all respect, read before sending email. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഇമെയിൽ എറ്റിക്കേറ്റ്. അത് തന്നെയാണ്, അത് പഠിച്ചാലും മതി. ഇത് വേറെ കുറച്ച് മാറ്റി പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. റൈറ്റ് എ ക്ലിയർ സബ്ജക്റ്റ് ലൈൻ. നമ്മൾ ഇമെയിൽ തയ്യാറാക്കുമ്പോൾ കൃത്യമായൊരു സബ്ജക്റ്റ് ലൈൻ ഉണ്ടായിരിക്കണം. എന്ത് കാര്യത്തിനാണ് ഈ ഇമെയിൽ തയ്യാറാക്കുന്നത് എന്ന് സബ്ജക്റ്റ് വായിച്ചാൽ
മനസ്സിലാക്കണം. ആ ഒരു വരി വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയണം. സ്റ്റാർട്ട് വിത്ത് എ പ്രൊഫഷണൽ ഗ്രീറ്റിംഗ്. ഒരു പ്രൊഫഷണൽ ഗ്രീറ്റിംഗ്. ആർക്കാണോ നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം കത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡോണ്ട് ഫർഗറ്റ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമ്മൾ ആരാണ് എന്ന് സ്വയം പരിചയപ്പെടുത്താൻ മറക്കരുത്. കീപ്പ് ഇറ്റ് ഷോർട്ട്. ഇമെയിൽ എപ്പോഴും ഷോർട്ടായിരിക്കണം. കുറച്ച് കാര്യങ്ങൾ ചുരുക്കി പറയുന്ന ഒന്നായിരിക്കണം ഇമെയിൽ. റിഫ്രെയിൻ ഫ്രം ഹ്യൂമർ. നമ്മൾ ഒരു ഇമെയിൽ തയ്യാറാക്കുമ്പം അതിനകത്ത് നർമ്മരസം ഉണ്ടാക്കാൻ പോകരുത്. അതിൽ നിന്ന് മാറി നിൽക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമായ സീരിയസ്നെസ്സോട് കൂടി മാത്രം കത്തുകളിൽ പരാമർശിക്കുക. സ്ട്രക്ചർ ദ ഇമെയിൽ പ്രോപ്പർലി. ഒരു ബിസിനസ് ലെറ്ററിന് വേണ്ടുന്ന സ്ട്രക്ചർ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ലെറ്ററിൽ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമെയിലിനും ഒരു ബിസിനസ് ലെറ്ററിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ടായിരിക്കണം. യൂസ് സെൻറ്റൻസ് കേസ്. സെൻറ്റൻസ് കേസ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഡോണ്ട് റൈറ്റ് ഇൻ ആൾ ക്യാപിറ്റൽസ്. എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുത് എന്നും. അതൊരു ഷൗട്ടിങ്ങിൻ്റെ സ്വരം ഉണ്ടാക്കും. അത് ചെയ്യാൻ പാടില്ല. അതുപോലെ എല്ലാം സ്മാൾ ലെറ്ററിൽ എഴുതുന്നൊരു രീതി ഉണ്ടാകരുത്. എവിടെയൊക്കെയാണോ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ റൂൾസ് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ റൂള് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഇമെയിൽ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ചെക്കിംഗ് ഡോക്യുമെൻറ്റ്സ് തറൗലി. ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ടു സേവ് ടൈം, effort and money. Once the details are documented, they should be placed at a server where easy search and timely availability of the records is possible. നമ്മൾ ഫയലിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ആ ഓർഗനൈസേഷനെ സമയം ലാഭിക്കുന്നതിനും ഇഫോർട്ട് ലാഭിക്കുന്നതിനും മണി ലാഭിക്കുന്നതിനും സഹായിക്കുമെന്ന്. വൺസ് ദ ഡീറ്റെയിൽസ് ആർ ഡോക്യുമെൻറ്റഡ്. നമ്മൾ ഒരിക്കലൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ദേ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് എ റിസർവയർ. അത് നമ്മളൊരു കൃത്യമായ സംഭരണി എവിടെയാണോ സൂക്ഷിക്കേണ്ടത് ആ ഫയലിംഗ് എക്യുപ്മെൻറ്റിനകത്ത് നമ്മളത് സൂക്ഷിക്കണം. അതിനൊരു പ്രത്യേകത ഉണ്ടാവണം. വെയർ ഈസി സെർച്ച് ആൻഡ് ടൈംലി അവൈലബിലിറ്റി ഓഫ് ദ റെക്കോർഡ്സ് ഈസ് പോസിബിൾ. ആ സർവയറിനകത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവ കണ്ടെത്താനും കഴിയുന്ന തരത്തിലായിരിക്കണം റെക്കോർഡ്സ് സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. ഡിപ്പെൻഡിങ് ഓൺ ദ നാച്ചർ ഓഫ് ദ ഡോക്യുമെൻറ്റ് ആൻഡ് ദ ടൈപ്പ് ഓഫ് കമ്പനി, ഇറ്റ് ഈസ് ബെറ്റർ ടു ചെക്ക് ദ ഫൈനൽ വേർഷൻ ബൈ എ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഔട്ട്സൈഡ് കൗൺസിൽ ബിഫോർ ഇറ്റ് ഈസ് റിലീസ്ഡ്. നമ്മുടെ കമ്പനിയുടെ സ്വഭാവമനുസരിച്ചും ഡോക്യുമെൻറ്റിൻ്റെ സ്വഭാവമനുസരിച്ചും അതിൻ്റെ ഫൈനൽ വേർഷൻ ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടോ ചെക്ക് ചെയ്യിപ്പിക്കുന്നത് നന്നായിരിക്കും. ബിഫോർ ഇറ്റ് ഈസ് റിലീസ്ഡ്, പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ. അതായത് നമ്മൾ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കുമ്പം അതിനകത്ത് ലീഗലി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ നേച്ചർ ഓഫ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെൻറ്റിൻ്റെ സ്വഭാവമനുസരിച്ച് രീതി അനുസരിച്ച് ചില സന്ദർഭങ്ങളിൽ അതൊരു ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കൗൺസിലിനെ കൊണ്ടോ നമ്മൾ ചെക്ക് ചെയ്യിപ്പിക്കുന്നത് നന്നായിരിക്കും. ഡോക്യുമെൻ്റ് ചെക്കിങ്ങിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രൂഫ് റീഡിംഗ്. പ്രൂഫ് റീഡിംഗ് മീൻസ് എക്സാമിനിങ് എ ടെക്സ്റ്റ് കെയർഫുള്ളി ടു ഫൈൻഡ് ആൻഡ് കറക്റ്റ് ടൈപ്പോഗ്രാഫിക്കൽ ആൻഡ് ഗ്രാമാറ്റിക്കൽ എറേഴ്സ്. പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് എക്സാമിനിങ് എ ടെക്സ്റ്റ് കെയർഫുള്ളി, ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെൻ്റ് കെയർഫുള്ളി ചെക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ആൻഡ് കറക്റ്റ് ടൈപ്പോഗ്രാഫിക്കൽ ആൻഡ് ഗ്രാമാറ്റിക്കൽ എറേഴ്സ്. അതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള ഗ്രാമർപരമായ മിസ്റ്റേക്കുകളും ടൈപ്പോഗ്രാഫിക്കൽ മിസ്റ്റേക്കുകളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പ്രൂഫ് റീഡിംഗ് എ ഡോക്യുമെൻറ്റ് ഷോസ് ദാറ്റ് യു ടേക്ക് പ്രൈഡ് ഇൻ യുവർ വർക്ക് ആൻഡ് ആർ സീരിയസ് അബൌട്ട് വാട്ട് യു പബ്ലിഷ്. നമ്മളൊരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അത് കൃത്യമായി എക്സാമിൻ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ആ ടെക്സ്റ്റിൽ ഒരു ആത്മാഭിമാനം ഉണ്ടാക്കിയെടുക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ എന്തുമാത്രം നമ്മുടെ വർക്കിൽ സീരിയസ് ആണ് എന്ന് മനസ്സിലാക്കാനും പ്രൂഫ് റീഡിങ് സഹായിക്കും. അപ്പം ഡോക്യുമെൻ്റ് ചെക്കിങ്ങിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്.
ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബിഹേവിയർ. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് ബിഹേവിയറും നെഗറ്റീവ് ബിഹേവിയറും ഉണ്ടാകാം. നമുക്ക് തന്നെ അറിയാം പോസിറ്റീവ് ബിഹേവിയറാണ് എപ്പോഴും നല്ലത്, നെഗറ്റീവ് ബിഹേവിയർ ഒരു സ്ഥലത്തും നന്നല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സ്വയം ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവ് ബിഹേവിയർ ഉണ്ട്, എന്തൊക്കെ നെഗറ്റീവ് ബിഹേവിയർ ഉണ്ട്. അതിനുശേഷം ആ നെഗറ്റീവ് ബിഹേവിയർ ഇല്ലാതാക്കാൻ എന്ത് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യുക. അതിലൂടെ നിങ്ങളെല്ലാം പോസിറ്റീവ് ബിഹേവിയർ ഉള്ളവരായി മാറുക. ഇനി എന്തൊക്കെയാണ് ഇവ രണ്ടിൻ്റെയും ബെനഫിറ്റ്സ്, കോൺസിക്വൻസസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇവ എന്തെന്ന് നോക്കാം. നമുക്കറിയാം നെഗറ്റീവ് ബിഹേവിയറിന് പ്രത്യേകിച്ച് ബെനഫിറ്റ് ഒന്നുമില്ല. എപ്പോഴും പോസിറ്റീവ് ബിഹേവിയറിന് മാത്രമേ ബെനഫിറ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. എന്താണ് പോസിറ്റീവ് ബിഹേവിയർ? പോസിറ്റീവ് ബിഹേവിയർ ഈസ് ഡിഫൈൻഡ് ആസ് the actions that create a positive working environment and enabling others to work more effectively through what we say or do. പോസിറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് ആക്ഷൻസ് ദാറ്റ് ക്രിയേറ്റ് എ പോസിറ്റീവ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ഒരു പോസിറ്റീവായിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പോസിറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതിലൂടെ എനേബിളിംഗ് അതേഴ്സ് ടു വർക്ക് മോർ ഇഫക്റ്റീവ്ലി, പോസിറ്റീവ് ബിഹേവിയറിലൂടെ മറ്റുള്ളവർക്ക് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കണം വാട്ട് വി സേ ഓർ ഡു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു നല്ല വർക്കിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് പോസിറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. നെഗറ്റീവ് ബിഹേവിയർ ക്യാൻ ഇൻക്ലൂഡ് എ നമ്പർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിഹേവിയർ ഇഷ്യൂസ്. നെഗറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് കുറേ ബിഹേവിയറൽ ഇഷ്യൂസാണ്. ലൈക്ക് ഹോസ്റ്റിലിറ്റി ഓർ അഗ്രസീവ്നെസ്, ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അവിടെ ഹോസ്റ്റിലിറ്റി വരുന്നു, വിരോധം, വിദ്വേഷം, ആ ഒരു സ്വഭാവം. അതുപോലെ അഗ്രസീവ്നെസ്, എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം. ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിനുള്ള ഇഷ്ടക്കേട്. ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നതിനുള്ള വൈഷമ്യം. ഇതെല്ലാമാണ് നെഗറ്റീവ് ബിഹേവിയറൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ദീസ് ആർ ആക്ഷൻസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് അണ്ടർമൈൻ ടീം മോട്ടിവേഷൻ ഓർ ബിസിനസ് ഗോൾസ്. ഇത് ബിസിനസ് ഗോൾസിനെയും ടീം മോട്ടിവേഷനെയും അണ്ടർമൈൻ ചെയ്യുന്ന ആക്ഷൻസോ സ്റ്റേറ്റ്മെൻറ്റ്സോ ആയിരിക്കും. എന്തൊക്കെയാണ് പോസിറ്റീവ് ബിഹേവിയറിൻ്റെ ബെനിഫിറ്റ്സ്? ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവയോൺമെൻറ്റ്, നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. റെഡ്യൂസ് സ്ട്രെസ് ഉണ്ടാകുന്നില്ല, മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നില്ല. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ലെവൽ വർദ്ധിക്കുന്നു. പ്രൊഡ്യൂസ് മോർ എനർജി. ഇംപ്രൂവ് കസ്റ്റമർ റിലേഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഡെമോൺസ്ട്രേറ്റ് ലീഡർഷിപ്പ് കേപ്പബിലിറ്റീസ്, ഒരാളുടെ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്ക് പോസിറ്റീവ് ബിഹേവിയറിൽ സാധ്യമാകുന്നു. ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നു. മോട്ടിവേറ്റ് അതേഴ്സ്, പോസിറ്റീവ് ബിഹേവിയർ ഉള്ള ഒരാളിന് മാത്രമേ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തൊക്കെയാണ് പോസിറ്റീവ് ബിഹേവിയറിൻ്റെയും നെഗറ്റീവ് ബിഹേവിയറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ആദ്യം പോസിറ്റീവ് ബിഹേവിയർ. 1. അൾട്രൂയിസ്റ്റിക്. എന്താണ് അൾട്രൂയിസ്റ്റിക്? നിസ്വാർത്ഥത അല്ലെങ്കിൽ പരോപകാരി എന്നൊക്കെയാണ് അതിൻ്റെ വേർഡ് മീനിങ്. ഷോ സെൽഫ്ലെസ് കൺസേൺ ഫോർ അതേഴ്സ്, മറ്റുള്ളവരോട് സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു സ്വഭാവം കാണിക്കാൻ കഴിയുക. കെയറിങ്, ഡിസയേഴ്സ് ടു ഹെൽപ്പ് പീപ്പിൾ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാനുള്ളൊരു കഴിവ്. കമ്പാഷനേറ്റ്, ഷോസ് സിമ്പതി ഓർ കൺസേൺ ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ ഒന്ന് അനുകമ്പയോടെ കാണാനുള്ള കപ്പാസിറ്റി. കൺസിഡറേറ്റ്, തിങ്ക് ഓഫ് അതേഴ്സ്, എൻ്റെ ഈ പ്രവൃത്തി മറ്റുള്ളവനിൽ എങ്ങനെ പ്രതിഫലനം ഉണ്ടാക്കുന്നു എന്നുള്ളതിനൊരു കൺസിഡർ ചെയ്യുക, പരിഗണിക്കുക. ഫെയ്ത്ത്ഫുൾ, ബീയിങ് ലോയൽ, മറ്റുള്ളവരോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, ലോയൽ ആയിരിക്കണം. നെഗറ്റീവ് ബിഹേവിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ബീയിങ് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ടു കസ്റ്റമേഴ്സ്, കോവർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ്, എല്ലാവരോടും ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പെരുമാറുക. നോട്ട് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ആക്ഷൻ, അവരവരുടെ ജോലികളിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുക. ടേക്കിംഗ് ദ ക്രെഡിറ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുക. ബ്രേക്കിംഗ് ദ ലോ, നിയമം പാലിക്കാതിരിക്കുക. അൺവില്ലിങ്നെസ് ടു ലേൺ, പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അൺവില്ലിങ്നെസ്, ആ ഒരു മനസ്സില്ലായ്മ. ഇതൊക്കെയാണ് നെഗറ്റീവ് ബിഹേവിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺസിക്വൻസസ്.
പോസിറ്റീവ് ബിഹേവിയറിൻ്റെയും നെഗറ്റീവ് ബിഹേവിയറിൻ്റെയും കോൺസിക്വൻസസ് അതാ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് ബിഹേവിയർ: 1. ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ഗ്രേറ്റർ പ്രോഫിറ്റബിലിറ്റി, ഇൻക്രീസ് മൊറൈൽ, ഇൻക്രീസ് റെപ്യൂട്ടേഷൻ, ഹയർ എംപ്ലോയി റിട്ടൻഷൻ. പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു, പ്രോഫിറ്റബിലിറ്റി കൂടുന്നു, ജീവനക്കാരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു, അതിലൂടെ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ വർദ്ധിക്കുന്നു, അതുപോലെ എംപ്ലോയി റിട്ടൻഷനും ഹയർ ആയിരിക്കും. നെഗറ്റീവ് ബിഹേവിയർ ആണെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ഹെൽത്ത് പ്രോബ്ലംസ്, സ്ട്രെസ്സ് കൂടുതലായിരിക്കും, അതിലൂടെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം. ലോ സെൽഫ് എസ്റ്റീം കുറവായിരിക്കും. അടുത്തത് ഇനഫിഷ്യൻസി, എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല. പുവർ മൊറൈൽ, ആത്മവീര്യം കുറവായിരിക്കും. റെപ്യൂട്ടേഷന് ഡാമേജ് സംഭവിപ്പിക്കും. അതുപോലെ തന്നെ എംപ്ലോയി ടേൺ ഓവറും കൂടുതലായിരിക്കും. ഇത്രയുമാണ് പോസിറ്റീവ് നെഗറ്റീവ് ബിഹേവിയറിൻ്റെ ബെനഫിറ്റ്സ്, കോൺസിക്വൻസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയുമാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഏതെങ്കിലും പോർഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. താങ്ക്